ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഭാവനയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭാവനയും പേളിമാനിയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഭാവനയുടെ പുതിയ സിനിമയാണ്, അതിന്റെ പ്രൊമോഷന്റെ തിരക്കാണ് ഭാവനയ്ക്ക്. അനോമി എന്നാണ് പേര്. അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് ശരിക്കും അതിന്റെ പേര്. അതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിരുന്നു മരിച്ച CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള CJ റോയ് അതിന്റെ ഒരു പ്രൊഡ്യൂസേഴ്സിലെ ഒരാളായിരുന്നു. അദ്ദേഹം മരിക്കുന്ന ദിവസം തന്നെയാണ് അതിന്റെ ആദ്യം റിലീസിന് വേണ്ടി അവർ തീരുമാനിച്ച ദിവസമാണ് ശരിക്കും ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പേരും അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു കമ്പാരിസൺ അവിടെ നടത്താൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഭാവനയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പേളിമണിയും തമ്മിലുള്ള ആ സംഭാഷണവും പേളിമണിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടി ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. പേളിയുടെ അഭിമുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് വളരെ എൻജോയ്മെന്റ് തരുന്ന ഒരു ഇന്റർവ്യൂ തന്നെയായിരിക്കും. ഭയങ്കര തമാശകൾ കുത്തി നിറച്ചുകൊണ്ടായിരിക്കും പേളിയുടെ ഈ ഇന്റർവ്യൂസ് നടക്കുക. അതും വരുന്ന ഗസ്റ്റിനെ കൂടുതൽ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരെ നല്ല സന്തോഷത്തോടുകൂടി ആയിരിക്കും പേളി എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുക. അത് പേളിയെ ഇപ്പോൾ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരാൾ വിമർശനം ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പേളിയെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നില്ല, അതുപോലത്തെ തമാശകൾ മാത്രമേ ഉള്ളൂ, കുട്ടികളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നു, കുട്ടികളെ വെച്ച് കാശുണ്ടാക്കുന്നു. നാളെ മറ്റുള്ളവർ ജനങ്ങൾ പറയും നിങ്ങളുടെ കുട്ടികൾ വളർന്നത് ഞങ്ങളുടെ കാശ് കൊണ്ടില്ലേ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി വ്ളോഗ്സ് ഒരുപാട് പേളിയെ തേച്ചൊട്ടിച്ചിരുന്നു. പക്ഷെ പേളിമണി അതൊന്നും നോക്കുന്ന ആളേ അല്ല. പേളിമണിയുടെ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, അല്ലേ? അപ്പോൾ ഉണ്ണി വ്ളോഗ്സിന് പേളിമണി ചെറിയൊരു മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും തമാശയാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അത്യാവശ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തിനാണ്? ഞങ്ങളൊരു ഇന്റർവ്യൂ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ടോ, അവരെ കൂടുതൽ സംതൃപ്തിപ്പെടുത്തുന്നുണ്ടോ, ഗസ്റ്റ് ഹാപ്പി ആണോ എന്നൊക്കെ നോക്കുന്നത്. പേളിമണി ഗസ്റ്റിന്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോഴും അതിന് മുന്നേ തന്നെ പ്രിപ്പയർഡ് ആണ്. എന്നിട്ട് ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിൽ സംതൃപ്തരാണോ എന്ന് ചോദിച്ച് അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ പേളി ആ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുകയുള്ളൂ. അപ്പം അത്രയും നന്മയും സന്തോഷമുള്ള ഒരു പെണ്ണാണ് ശരിക്കും, മനസ്സിനുടമയാണ് പേളി. ശരിക്കും മിക്ക നമ്മുടെ ഇന്റർവ്യൂസിലും നമ്മുടെ ഭാവന പോലും ഗൗരവത്തിലിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എപ്പോഴും ഭാവന എന്ത് ആൻസർ പറയുകയാണെങ്കിലും ആ മുടിയൊക്കെ താട്ടി ആ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി ഭാവന അങ്ങനെയാണ് ചെയ്യാറ്. ഗൗരവഭാവമാണുള്ളത്. പക്ഷെ പേളിയുടെ ഇതിലിരുന്നിട്ട് ഭാവന ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേളിമണി തന്നെയാണ് കാരണം. എന്താ വെച്ചാൽ അത്രയും നർമ്മങ്ങൾ കൂട്ടി ചാലിച്ചു കൊണ്ട് ഭാവനയെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ അനൂപിയുടെ പ്രൊമോഷൻ നടത്തി എന്നുള്ളതാണ്. ആ പ്രൊമോഷനുമായി എന്ന ഭാവനയ്ക്ക് എന്താ ഒരു ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലേ? അതുപോലെ തന്നെ അപ്പോൾ മറ്റുള്ളൊരു എതിർവശക്കാർ പറയുന്നു പേളിയുടെ വിവാഹ ജീവിതം താരതമ്യം ചെയ്യുകയും വേണ്ട, കാരണം ശ്രീനിഷിന് സംഭവിച്ചത് ഒരു നല്ല കാര്യമൊന്നുമല്ല, ചീത്ത കാര്യമാണെന്ന് പറയുന്നു. അതായത് മിക്കവരും പറയാറുണ്ടല്ലോ പേളിയുടെ ജീവിതം കണ്ടു പഠിക്കൂ, അവർ കണ്ടു ഇത് നല്ല സുഖിച്ചാണ് ജീവിക്കുന്നത്, സന്തോഷിച്ചാണ് ജീവിക്കുന്നത്, ഭാര്യയും ഭർത്താവ് ഐക്യം കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ചിലവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഐക്യമൊന്നുമില്ല അവരുടെ ഫാമിലിക്ക്. ശ്രീനിഷിന് നല്ല രീതിയിലുള്ള ഇതൊന്നല്ല ഭവിച്ചിരിക്കുന്നത്. ശ്രീനിഷ് ശരിക്കും ഒരു പെണ്ണുണ്ണിയായി തീർന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ അടിമയായി തീർന്നു എന്നൊക്കെയാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞതോടെ ശ്രീനിഷ് സൈഡായി നടിമാരെ പോലെയായി ജീവിതം നയിക്കുന്നു. ശ്രീനിഷിന്റെ കരിയർ പേളി നശിപ്പിച്ചു. പേളി ഉയർന്നു, ശ്രീനിഷിനെ താഴ്ത്തി. കല്യാണത്തിന് മുന്നേ ശ്രീനിഷിന് ഒരു ഭാവി ഉണ്ടായിരുന്നു എന്നൊക്കെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ശ്രീനിഷിനെ എവിടെയും കാണാനില്ല, മക്കളെ നോക്കി കുടുംബത്തെ നോക്കി ജീവിക്കുന്നതാണ് കാരണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും കിംവദന്തികളാണ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാരണം, ഈ പേളിമണിയുടെ ഇത്രയും മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് പേളിമണിയുടെ. അത് കൈകാര്യം കൊണ്ടുപോകാൻ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഈ ശ്രീനിഷാണ് ചെയ്യുന്നത്. ഇവർക്ക് വളരെയധികം ഏണിങ്സ് ആണ് അവരുടെ ചാനൽ മുഖാന്തരം അവർക്ക് കിട്ടുന്നത്. അവരുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ഞെട്ടിപ്പോവും. അവരുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നതിന്റെ എണ്ണം തുരുതുരാ ആൾക്കാർ കാണുന്നത്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഒരാൾ ആവശ്യമാണ്. അതിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവയ്ക്കുന്നതിനേക്കാളും നല്ലത് ശ്രീനിഷിന് തന്നെയായിരിക്കും. അങ്ങനെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ ശ്രീനിഷ് കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലാതെ വീട്ടിൽ വെറുതെ കുട്ടികളെയും ഭാര്യയും നോക്കി ഇരിക്കുകയല്ല. പിന്നെ പേളിമണിക്ക് നല്ല വാക്ചാതുര്യമുള്ളത് കൊണ്ട് പേളിമണി ജോലി എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവരുടെ ജീവിതത്തിന് വേറെ അർത്ഥങ്ങളൊന്നും, വേറെ